ഗീതം പാടിടാം. കല്ലലെല്ലാം മാറിപ്പോകുമേ. ഹല്ലേലൂയ ഗീതം പാടിടാം. കല്ലലെല്ലാം മാറിപ്പോകുമേ. വല്ലഭൻ നമുക്ക് നല്ലവനായുണ്ട്. എല്ലാ ദാനങ്ങളും ചെയ്തരുളമെന്നുണ്ട്. വല്ലഭൻ നമുക്ക് നല്ലവനായുണ്ട്. എല്ലാ ദാനങ്ങളും ചെയ്തരുളമെന്നുണ്ട്. പിതാവായ ദൈവത്തിൽ നിന്നും പുത്രനും വീണ്ടെടുപ്പുകാരനുമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹവന്ദനം. ഈ ദിവസത്തേക്കുള്ള ചിന്തയ്ക്കായുള്ള വേദഭാഗം ലേവ്യ പുസ്തകം 18-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിപ്പീൻ. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ, ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകും. നിങ്ങൾ പാർത്തിരുന്ന മിസ്രയീം ദേശത്തിലെ നടപ്പുപോലെ നിങ്ങൾ നടക്കരുത്. ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്ന കനാൻ ദേശത്തിലെ നടപ്പ് പോലെയും അരുത്. അവരുടെ മര്യാദ ആചരിക്കരുത്. എൻ്റെ വിധികളെ അനുസരിച്ച് എൻ്റെ ചട്ടങ്ങളെ പ്രമാണിച്ച് നടക്കണം. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. ആകയാൽ എൻ്റെ ചട്ടങ്ങളും ന്യായങ്ങളും നിങ്ങൾ പ്രമാണിക്കണം. അവയെ ചെയ്യുന്ന മനുഷ്യൻ അവയാൽ ജീവിക്കും. ഞാൻ യഹോവ ആകുന്നു. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കരുണയുടെ ഉറവിടമായിരിക്കുന്ന സർവശക്തനായ നല്ല ദൈവമേ, ഈ പ്രഭാതത്തിൽ അങ്ങേ ആരാധിക്കുവാനായിട്ട് ഒരവസരം ഞങ്ങളുടെ ജീവിതത്തിൽ നൽകി. എത്രയോ മനുഷ്യജീവിതങ്ങൾ ആശുപത്രികളിലും വളരെയധികം വേദനയോടെ കഴിയുന്ന പ്രിയപ്പെട്ടവരുണ്ട്. എത്ര തന്നെ പണമുണ്ടായിട്ടും ഒരു മനുഷ്യൻ്റെ ജീവിതം നഷ്ടപ്പെട്ടു പോകുമ്പോൾ, അത് ഫലിക്കാതിരിക്കുമ്പോൾ, ഈ രാവിലെ സമയം ഈ ആരാധനയെ അവഗണിക്കുന്ന, ഈ ആരാധനയെക്കുറിച്ച് ചിന്തയില്ലാതെ നിർവിചാരികളായി ഭവനങ്ങളിലിരിക്കുന്നെങ്കിൽ, ദൈവമേ, വാസ്തവമായി ഈ മൈക്രോഫോണിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ അവരെ ഹൃദയത്തോട് നീ ഇടപെടുകയും സംസാരിക്കുകയും ചെയ്യണം. ഈ ഒരു ദിവസം മാറ്റിവെച്ച് ഞങ്ങൾ സ്വയമായി എന്തെങ്കിലും തീരുമാനം എടുക്കുന്നെങ്കിൽ അതെല്ലാം പരാജയമാണ് എന്ന് ദൈവവചനത്തിലൂടെ ഞങ്ങളെ ഓർമ്മപ്പെടുത്തും. അതുകൊണ്ട് അവിടുത്തെ മക്കളായി, ഭക്തിയുള്ളവരായി, സ്നേഹമുള്ളവരായി, കരുതലുള്ളവരായി ദേവാലയത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്ന് മുഴങ്കാൽ മടക്കി ദൈവത്തോട് പ്രാർത്ഥിപ്പാൻ അവർക്ക് ശക്തി നൽകണം. ഇന്ന് ആവശ്യമായ തിരുവചനം നിൻ്റെ മക്കൾക്ക് നൽകണം. അവരെ അനുഗ്രഹിക്കണം. സമാധാനത്തോടെ പറഞ്ഞയക്കണം. രക്ഷകനാകുന്ന യേശുക്രിസ്തു മുഖാന്തരം ഞങ്ങൾ ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കണം നല്ല പിതാവേ. ആമേൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇവിടെ ഈ ഭാഗം പഠിക്കുമ്പോൾ ലേവ്യ പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ, ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകും. നിങ്ങൾ പാർത്തിരുന്ന മിസ്രയീം ദേശത്തിലെ നടപ്പ് പോലെ നിങ്ങൾ നടക്കരുത് എന്നാണ്. ഒരുപക്ഷെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നമുക്ക് വിവിധമായ വഴികളിലൂടെയൊക്കെ നടക്കാൻ നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു എന്ന് തോന്നാം. നിങ്ങൾ ദൈവത്തെ തിരഞ്ഞെടുത്തതല്ല, ദൈവമാണ് നിങ്ങളെ തിരഞ്ഞെടുത്തത്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ വ്യർത്ഥമായ ബുദ്ധി അനുസരിച്ച് ജീവിക്കരുത്.
കാരണം നിങ്ങൾ ഉണ്ടാക്കുന്ന പണം കൊണ്ടോ നിങ്ങൾ ഉണ്ടാക്കി വച്ചിരിക്കുന്ന സമ്പത്ത് കൊണ്ടോ അതിനെ പൂർത്തീകരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ വന്നാൽ നമ്മൾ ഭാരപ്പെട്ട് നിരാശപ്പെട്ടു പോകും. അത് വരാതിരിക്കാൻ മുൻകൂറായിട്ട് പറയുന്ന ഒരു പ്രാധാന്യതയോടുകൂടെ പറയുന്നു, നിങ്ങൾ പാർത്തിരുന്ന മിസ്രൈം ദേശത്തിലെ നടപ്പ് പോലെ നടക്കരുത് എന്നാണ്. മനുഷ്യന് ലോകത്തിറങ്ങുമ്പോൾ മനുഷ്യൻ്റേതായ ചിന്തകളും ആശയങ്ങളും ഉണ്ട്. പക്ഷേ ബൈബിൾ പഠിപ്പിക്കുന്നു, നിങ്ങളെ സ്നേഹത്തോടെ നിങ്ങളുടെ ആയുസ്സിൻ്റെ വലിപ്പത്തെയും തലമുറകൾക്കുള്ള നന്മയും ഉണ്ടാകുന്നത് ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്നാണ്. അതുകൊണ്ട് മനുഷ്യർ ഈ ലോകത്ത് ജീവിക്കുന്നത് പോലെ നീ ജീവിക്കരുത്. ഇത് ദൈവത്തിൻ്റെ കൽപ്പനയാണ്. കറ്റേസത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൽപ്പനയെക്കുറിച്ച് വളരെ വിശദമായിട്ട് നമ്മൾ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. അതുകൊണ്ട് ഈ കൽപ്പന പ്രമാണിക്കണം, വളരെ അനുസരണയോടുകൂടെ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മഹത്വം അനുഭവിച്ചുകൊണ്ട് ജീവിക്കണം എന്നുള്ളതാണ്. 4-ാമത്തെ വാക്യം പറയുന്നത്, എൻ്റെ വിധികളെ അനുസരിച്ച് എൻ്റെ ചട്ടങ്ങളെ പ്രമാണിച്ച് നടക്കണം എന്ന് വീണ്ടും അവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. 5-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ, ആകയാൽ എൻ്റെ ചട്ടങ്ങളും ന്യായങ്ങളും നിങ്ങൾ പ്രമാണിക്കണം, അവയെ ചെയ്യുന്ന മനുഷ്യൻ അവയാൽ ജീവിക്കുമെന്നാണ്. അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വന്ന് ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങിയാൽ ആ മനുഷ്യൻ ഈ ദൈവത്താൽ ജീവിക്കാൻ കഴിയും, ഇല്ലെങ്കിൽ ദൈവമില്ലാതെ ജീവിക്കാൻ കഴിയും. ദൈവമില്ലാതെ ജീവിക്കാൻ തുടങ്ങിയാൽ ഈ ലോകത്തിലെ അന്ധകാര ശക്തി മനുഷ്യനെ വേദനിപ്പിക്കും. ആ മുള്ളുകൾ ഭയങ്കരമാണ്, വളരെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു വേദഭാഗമാണ്. കാരണം ഇത് ന്യായപ്രമാണമാണ്. ആ ന്യായപ്രമാണത്തിൽ നിന്നുകൊണ്ട് ബൈബിൾ പറയുന്നത്, മനുഷ്യൻ അവയാൽ ജീവിക്കും, ഞാൻ യഹോവയാകുന്നു എന്നാണ്. അപ്പോൾ ഈ ദൈവത്തെ വിട്ടിട്ട് ഒരു മനുഷ്യൻ ഇറങ്ങിപ്പോയാൽ അത് ചെറിയവരാകാം, യൗവനക്കാരാകാം, മുതിർന്നവരാകാം. ഇറങ്ങിപ്പോയാൽ അതിൻ്റെ ഭവിഷ്യത്ത് അവർക്ക് തന്നെയാണ്. കാരണം ദൈവം എന്ന് പറയുന്ന ആ ശക്തി നിങ്ങൾ ശരിക്കും രുചിച്ചറിഞ്ഞിട്ടില്ല. രുചിച്ചറിഞ്ഞാൽ ഈ ദേവാലയത്തിനകത്ത് വന്ന് മുഴങ്കാൽ മടക്കും, അത് ഉറപ്പായ കാര്യമാണ്. അത് യൗവനക്കാരായിക്കൊള്ളട്ടെ, മറ്റു പ്രിയപ്പെട്ടവരായിക്കൊള്ളട്ടെ. പല യൗവനക്കാരും ആരാധനയിൽ എത്താത്തവരാണ്. അവരുടേതായ ചിന്തകളാണ്. ഒരുപക്ഷെ ആൾക്കാരൊക്കെ ഇങ്ങനെ പറയും, ആരോഗ്യത്തിൻ്റെ കുഴപ്പമായിരിക്കും, അല്ലേ? ദൈവത്തെ ആരാധിക്കണം. മാതാപിതാക്കളുണ്ടെങ്കിൽ അവരോട് പറയണം രാവിലെ ദേവാലയത്തിൽ പോകാൻ. അത് പറയാനുള്ള ഒരുക്കം മാതാപിതാക്കളുണ്ടാകും. ഇനി മാതാപിതാക്കൾ പറഞ്ഞാൽ കേട്ടില്ല എങ്കിൽ അടുത്ത് നിയന്ത്രിക്കുന്നത് കുറച്ചുകൂടെ വലിയ ശക്തിയായി നിങ്ങളടുത്തേക്ക് വരും. അതുകൊണ്ട് ദൈവത്തിൻ്റെ കൽപ്പന പ്രമാണിക്കുക, ദൈവത്തെ ആരാധിക്കുക എന്നുള്ളത് ഒരു ദൈവ പൈതലിൻ്റെ ഉത്തരവാദിത്വമാണ്. കാരണം മനുഷ്യൻ അവയാൽ ജീവിക്കുന്നത് കൊണ്ട്. ഈ ദൈവമില്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയുമോ? ഈ യേശുവിൻ്റെ സാന്നിധ്യമില്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയുമോ? ഒന്ന് ശ്വാസം നമുക്കൊന്ന് വലിച്ചെടുക്കുവാൻ നമുക്ക് കഴിയുമോ? എത്ര പേരാണെന്നറിയാമോ RCCയിൽ ഒന്ന് ചെന്ന് നോക്കിയാൽ കാണാൻ കഴിയും. ഞാൻ ഒരു ദിവസം യാദൃച്ഛിക ഒരു മനുഷ്യനെ, ഒരു വ്യക്തിയെയും കൊണ്ട് ഞാൻ അവിടേക്ക് ചെന്നിട്ട് 1 മണിക്കൂർ ഞാൻ അവിടെ ഇരിക്കുമ്പോൾ 950 പേരാണ് പുതിയ OP. പനിക്ക് പോലും ഇത്രയും തിരക്കില്ല. 950 പേര് രാവിലെ മുതൽ 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഉണ്ടാകുന്ന 950 പേരാണ്. പഴയ OPയോ പനിയേക്കാൾ കൂടുതലാണ്. മനുഷ്യൻ്റെ വേദന എന്താണ്? ചെറുതും വലുതുമായ മക്കളെ കൊണ്ട് കണ്ണുനീരോടെ കൊണ്ടുവരുന്ന അമ്മമാർ. മനസ്സിലായിക്കോണം, നമ്മൾ പ്രായം ചെന്നിട്ടല്ല പ്രശ്നങ്ങൾ. ഈ ജീവിതത്തിലുണ്ട്. ദൈവം തന്ന ആരോഗ്യത്തിന് നന്ദി പറയണം, ദൈവം തന്ന ആയുസ്സിന് നന്ദി പറയണം. ദൈവമേ, നീ എന്നെ ഇത്രത്തോളം കൊണ്ടുവന്നല്ലോ എന്ന് പറയാനുള്ള മനസ്സുണ്ടായിരിക്കണം. അവിടെയാണ് ദൈവത്തിൻ്റെ കൃപ. നിങ്ങൾക്ക് എല്ലാം കാര്യങ്ങളും ദൈവം ചെയ്തു തരും. ദൈവത്തെ കൊണ്ട് കഴിയാത്തതായിട്ട് ഒന്നുമില്ല ഈ ഭൂമിയിൽ.
ഒരു ആലോചന പറയാതെ ഒരു പുരോഹിതൻ എന്ന നിലയിൽ എനിക്ക് സംസാരിക്കാതിരിക്കാൻ കഴിയത്തില്ല. ദൈവം എനിക്ക് തരുന്ന ആലോചന അല്ലാതെ ഈ സ്ഥാനത്ത് നിന്ന് ഞാൻ പറയത്തില്ല. എൻ്റെ വ്യക്തിപരമായ ചിന്തയൊന്നുമല്ല, ഞാൻ അങ്ങനെ പറയത്തില്ല. പക്ഷേ ബൈബിൾ പഠിപ്പിക്കുന്നത് ദൈവ വാക്കുകളാണ്. ഇത് ദൈവവാക്കായി കണ്ടിട്ട് ആരാധനയ്ക്കും ശുശ്രൂഷകൾക്കും പ്രവർത്തനങ്ങൾക്കും അതിനൊരു ഭംഗി ദൈവം തന്നിട്ടുണ്ട്. അത് നമ്മുടെ ജീവിതത്തിൻ്റെ ആരോഗ്യവും ജീവിതമാണ്. ജീവിച്ചിരിക്കുന്നവരാണ് മനോഹരമായ പാട്ടുകൾ കേൾക്കേണ്ടത്. ദൈവവചനം കേൾക്കേണ്ടത് ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയാണ്. ജീവിച്ചിരിക്കുന്നവർ വഴിയമ്പലത്തിന് പുറത്ത് താമസിച്ചാൽ, അല്ലേ, അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് പുകയും വലിച്ചു വിട്ട് മുറുക്കിത്തൊപ്പി വെള്ളങ്ങളും അടിച്ച് ഇങ്ങനെ പ്രത്യേകമായ ഒരു മനുഷ്യനായി ജീവിക്കാൻ തുടങ്ങിയാൽ ആ മനുഷ്യന് വേണ്ടി ഏത് പാട്ട് പാടി ശുശ്രൂഷ നടത്തും? നിങ്ങളൊന്ന് പറ. ഈ ലോകത്തിൽ ദൈവത്തെ ആരാധിക്കുന്നതിന് പകരം ചിലപ്പോഴൊക്കെ നമ്മൾ അവരെ ക്ഷണിക്കുമ്പോൾ അവർ പറയും, എനിക്ക് എണീക്കാൻ വയ്യ, നടക്കാൻ വയ്യ, കുഴപ്പമാണ് എന്നൊക്കെ പറയും. പക്ഷേ ഈ വഴിയെ ഒന്ന് യാത്ര ചെയ്താൽ ഇവരെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഞാൻ എല്ലാവരെയും ശ്രദ്ധിക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. പക്ഷെ ഇവിടെ 1 മണിക്കൂർ ഇരിക്കാൻ വളരെ പ്രയാസമാണ്. അതുകൊണ്ട് ഇന്ന് രാവിലെ സമയം ദൈവത്തിൻ്റെ വചനം പറയുന്നത്, നിങ്ങളെ വിളിച്ചിരിക്കുന്ന ഒരു ദൈവമുണ്ട്. ദൈവത്തിൻ്റെ ന്യായപ്രമാണം അനുസരിച്ച്, ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച് നിങ്ങളെ ദൈവം പറയുന്നു, നിങ്ങളെ ദരിദ്രരെ കരുതുന്ന ഒരു ദൈവമാണ്. നിങ്ങളെ സത്യസന്ധതയെ ഉള്ളവരാക്കുന്ന ദൈവമാണ്. നല്ല ശീലം വളർത്താൻ ദൈവം നമ്മെ ക്ഷണിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ദൈവത്തെ ദൈവത്തിന് ഇടർച്ച ഉണ്ടാകരുത്. നിങ്ങളൊന്ന് മനോഹരമായി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ എന്നെ ശ്രദ്ധ വേറൊരു ഭാഗത്തേക്ക് കൊണ്ടുപോവുകയാണ്. കാരണം ഒരിക്കൽ ഒരു 3 വൃക്ഷങ്ങളോട് രാജാവാക്കാനായിട്ട് അവരെ ക്ഷണിക്കുകയാണ്. നമുക്കിന്നെല്ലാവർക്കും യൗവനക്കാർക്കും മറ്റുള്ളവർക്കൊക്കെ ഒരു ഇഷ്ടമെന്ന് പറയുന്നത്, ആരാണ് എന്നെ രാജാവാക്കുന്നത്, എന്നെ ഉയർത്തിക്കൊണ്ട് നടക്കുന്നത് എന്നുള്ളതാണ്. അത് ചിന്തിക്കുന്ന ഒരു രസകരമായ ഒരനുഭവം ഈ വേദപുസ്തകത്തിലുണ്ട്. ഞാൻ ആ ഭാഗത്തേക്ക് കൊണ്ടുവന്ന് ന്യായാധിപന്മാരുടെ പുസ്തകം 9-ാം അധ്യായം അതിൻ്റെ 8 മുതൽ ചില വാക്യങ്ങൾ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്താം. അവിടെ പറഞ്ഞിരിക്കുന്നത് 8-ാമത്തെ വാക്യം പറയുന്നത്, പണ്ടൊരിക്കൽ വൃക്ഷങ്ങൾ തങ്ങൾക്ക് ഒരു രാജാവിനെ അഭിഷേകം ചെയ്യുവാൻ പോയി. അവ ഒലിവ് വൃക്ഷത്തോട്, നീ ഞങ്ങൾക്ക് രാജാവായിരിക്കുക എന്ന് പറഞ്ഞു. ഒന്ന് ചിന്തിച്ചു നോക്കുക, ഭയങ്കര രസമുള്ളൊരു കാര്യമാണ്. എന്താ പറഞ്ഞിരിക്കുന്നത്? പണ്ടൊരിക്കൽ വൃക്ഷങ്ങൾ തങ്ങൾക്ക് രാജാവായിരിക്കണം, അഭിഷേകം ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് അവിടേക്ക് പോയി. ഒലിവ് വൃക്ഷത്തിൻ്റെ അടുത്തേക്കാണ് പോയത്. പറഞ്ഞു, നീ ഞങ്ങൾക്ക് രാജാവായിരിക്കുക എന്ന് പറഞ്ഞപ്പോൾ മറുപടി ഇതാണ്. അതിന് ഒലിവ് വൃക്ഷം പറഞ്ഞത്, ദൈവവും മനുഷ്യരും എന്നെ പുകഴ്ത്തുവാൻ ഹേതുവായിരിക്കുന്ന എൻ്റെ പുഷ്ടി ഞാൻ ഉപേക്ഷിച്ച് വൃക്ഷങ്ങളുടെ മേൽ ആടുവാൻ പോകുമോ എന്ന് ചോദിച്ചു. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി. ആ വാക്കൊന്ന് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കപ്പെടേണ്ട വാക്യമാണ്. നിങ്ങൾ യൗവനക്കാരോ മുതിർന്നവരോ ഉണ്ടെങ്കിൽ ആ വേദഭാഗം ഒന്ന് എടുത്ത് നൂത്തുവയ്ക്കണം. നിങ്ങളെ കയ്യിൽ വേദപുസ്തകം ഉണ്ടായിരിക്കണം. കൈയും വീശി വരരുത്. ഒരു പാട്ടുപുസ്തകവും വേദപുസ്തകവും നിങ്ങൾ കരുതണം. വായിക്കുമ്പോൾ അത് ശ്രദ്ധിക്കപ്പെടണം. ഇവിടെ ബൈബിൾ പറയുന്നത്, എൻ്റെ പുഷ്ടി ഉപേക്ഷിച്ച് ഞാൻ ഈ വൃക്ഷങ്ങളുടെ മേൽ ആടുവാൻ പോകുമോ? ലോകത്ത് ഒരുപാട് വൃക്ഷങ്ങളുണ്ട്. പക്ഷേ ഒലിവ് വൃക്ഷം പറയുന്നത്, എനിക്ക് തന്നിരിക്കുന്ന പുഷ്ടി, എൻ്റെ അനുഗ്രഹം, എനിക്ക് തന്നിരിക്കുന്ന ഭംഗി, എൻ്റെ ജീവിത അനുഭവം വിട്ടിട്ട് ഞാൻ മറ്റാർക്കു വേണ്ടിയാണ് ആടാൻ പോകുന്നത് എന്നുള്ളതാണ്. വളരെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. മറ്റാർക്ക് വേണ്ടിയാണ് ഈ ലോകത്തിൽ ആടാൻ പോകുന്നത്? ആർക്ക് വേണ്ടിയാണ് നിങ്ങൾ ഈ ലോകത്ത് ജീവിക്കുവാൻ ഇറങ്ങിത്തിരിക്കുന്നത്? ബൈബിൾ പറയുന്നത്, നിന്റെ പുഷ്ടി ഉണ്ട്. ഈ പുഷ്ടി ദേവാലയത്തിൽ നിന്ന് നിനക്ക് കിട്ടിയതാണ്. ലോകത്തിലുള്ളത് പോലെയല്ല, ലോകത്തുനിന്ന് കിട്ടുന്നത് പോലെയല്ല, സമൂഹം പറയുന്നത് പോലെയല്ല, കൂട്ടുകാർ പറയുന്നത് പോലെയല്ല, കൂട്ടുകാർ പറയുന്നത് പോലെ ജീവിക്കാനല്ല എനിക്കും നിങ്ങൾക്ക് ഒരു പുഷ്ടി തന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ വൃക്ഷം പറയുകയാണ്, നീ പറയും പോലെ നിനക്ക് മുമ്പിൽ ആടാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല.
എനിക്ക് പുഷ്ടി തന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. ആ ദൈവത്തെ ആരാധിക്കാൻ ദൈവം നമ്മളെ, ആ വ്യക്തിയെ ക്ഷണിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഇത് ഉപേക്ഷിച്ച് പോകത്തില്ല എന്നാണ്. അപ്പോൾ ഇന്ന് രാവിലെ സമയം ഈ ആരാധനയിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് കിട്ടിയ ആരോഗ്യം ഉപേക്ഷിച്ച് നീ എവിടെ ചെന്നിരിക്കും? എവിടെയാണ് നിനക്കിരിക്കേണ്ടത്? മറ്റുള്ളവരുടെ കൂടെയാണോ? അതേ ലോകത്തിലാണോ ഇരിക്കേണ്ടത്? തിരക്ക് പിടിച്ച് ജോലി ചെയ്യുന്നവരുണ്ട്, ദൂരെ ദേശത്ത് യാത്ര ചെയ്യുന്നവരുണ്ട്. ഇതൊക്കെ നമുക്ക് ഒരു പക്ഷെ കുറച്ചൊരു പരിധി വരെ നമുക്ക് വിടാം. ഇല്ലാതെ എത്രയോ പേര് സമയം ഉപേക്ഷിച്ച്, നിനക്ക് കിട്ടിയ നല്ല സമയത്തെ ഉപേക്ഷിച്ച്, ദൈവം തന്ന ആരോഗ്യത്തെ ഉപേക്ഷിച്ച് നീ വഴിയമ്പലങ്ങളിൽ വഴി അരികിൽ നീ ഇരിക്കുമ്പോൾ, ഈ അല്ലെങ്കിൽ വഴിയമ്പലത്തിൻ്റെ മുമ്പിൽ താമസിച്ചുകൊണ്ടോ സമീപത്ത് താമസിച്ചുകൊണ്ടോ എവിടെ താമസിച്ചിരുന്നാലും ദൈവത്തിന് പ്രശ്നമില്ല. ദേവാലയത്തിൽ നീ വന്നാൽ, ദൈവാലയത്തിൻ്റെ ഉള്ളിൽ നീ പാർത്താൽ നിനക്കൊരു നല്ല പുഷ്ടി ഉണ്ടാകും. അത് ദൈവാലയത്തിൽ നിന്ന് കിട്ടുന്നതാണ് എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. വീണ്ടും അടുത്തൊരു കാര്യം, പിന്നെ വൃക്ഷങ്ങൾ അത്തിവൃക്ഷത്തോട് നീ വന്ന് ഞങ്ങൾക്ക് രാജാവായിരിക്കുക എന്ന് പറഞ്ഞു. അത്തിവൃക്ഷത്തെ വിളിച്ചു. അത്തിവൃക്ഷത്തിനടുത്തേക്ക് പറഞ്ഞു, നീ ഞങ്ങൾക്ക് രാജാവായിരിക്കണം. മറ്റെല്ലാ വൃക്ഷങ്ങളും കൂടെ ചെന്ന് അത്തിയുടെ അടുത്തേക്ക് ചെന്നു. അത്തിയുടെ അടുത്തേക്ക് ചെന്നപ്പോൾ അത്തി പറഞ്ഞു, എൻ്റെ മധുരവും വിശേഷപ്പെട്ട പഴവും അല്ലെങ്കിൽ ഫലവും ഞാൻ ഉപേക്ഷിച്ച് വൃക്ഷങ്ങളുടെ മേൽ ആടുവാൻ പോകുമോ? ഈ ലോകത്ത് ആടുന്ന ആട്ടത്തിനനുസരിച്ച് ഞാൻ പോകുമോ? എനിക്കൊരു അനുഗ്രഹിക്കപ്പെട്ട വൃക്ഷമായി എന്നെ സർവശക്തനായ ദൈവം എന്നെ നിർത്തിയിരിക്കുന്നു. എനിക്ക് മധുരമുണ്ട്. എനിക്കൊരു നല്ലൊരു മധുരം ദൈവം തന്നിട്ടുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയ യൗവനക്കാരെ, നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു മധുര ജീവിതമുണ്ട്. ഇത് ലോകത്ത് എറിഞ്ഞു കൊടുക്കരുത്. ലോക ജീവിതത്തിന് എറിഞ്ഞു കൊടുക്കരുത്. വഴിയെ കാണുന്ന ജീവിതങ്ങൾക്ക് നിന്റെ ജീവിതത്തെ എറിഞ്ഞു കൊടുക്കരുത്. നിനക്ക് ഒരു വിശേഷപ്പെട്ട ഒരു മധുരവും ഒരു ഫലവും നിനക്കുണ്ട്. അത് അനുഗ്രഹമായി തീരണം. അത് ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും യൗവനക്കാരായിരുന്നാലും മുതിർന്നവരായാലും ദൈവം നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മധുരമുണ്ട്, ഒരു വിശേഷപ്പെട്ട ഒരു ഫലം നിന്റെ ജീവിതത്തിലുണ്ട്. ആമേൻ. ഈ ദൈവത്തിൻ്റെ ഫലം, ഈ ദൈവം തന്ന അനുഗ്രഹം, ഈ ദൈവം തന്ന സമാധാനം നീ ഉപേക്ഷിച്ച് ഈ ലോകത്തിൻ്റെ പിന്നാലെ പോകരുത്. അത് നമ്മുടെ ജീവിതത്തെ നാശത്തിലേക്ക് കൊണ്ടുപോകും. അതുകൊണ്ട് വഴിയരികിൽ കാത്തിരിക്കുന്ന ഒന്നിൻ്റെയും പിന്നാലെ നിങ്ങൾ യാത്ര ചെയ്യരുത്. നിങ്ങൾക്ക് ഭയഭക്തി ഉണ്ടാകണം, നിങ്ങൾക്ക് പ്രാർത്ഥനാ ജീവിതം ഉണ്ടാകണം, നിങ്ങൾക്ക് നല്ല ജോലി വേണം. ഇന്നത്തെ കാലത്തിൽ ഒരു വിദ്യാഭ്യാസത്തിന് മക്കളെ പറഞ്ഞയക്കാൻ കഴിയാത്ത ഒരു കാലഘട്ടമാണ്, അല്ലേ? ഒരു വിദ്യാഭ്യാസത്തിനും പറഞ്ഞു വിടാൻ പറ്റത്തില്ല. ഇവിടെയൊക്കെ പറഞ്ഞു വിട്ടാലും, അല്ലേ, ഒന്നിൽ കൂടുതൽ ആളുകൾ തോളിൽ കൈയിട്ട് ആടിപ്പാടി കാണുന്ന കടകളിലൊക്കെ കയറി ഇറങ്ങി നടന്ന്, അത് രാത്രിയൊന്നും ഉറങ്ങത്തില്ല. 12 മണി 1 മണിയാണ്. ഇവിടെ നിന്ന് യാത്ര ചെയ്യുമ്പോൾ ISRയിൽ ജോലി ചെയ്യുന്ന, അവിടെ പഠിക്കാൻ വരുന്ന കുറേ പിള്ളേരുണ്ട്, ഞാൻ കാണുന്നുണ്ട്. അതുപോലെ ടൈറ്റാനിയം ഇവിടെ ഭാഗത്ത്, അതുപോലെ മറ്റു പല സ്ഥലങ്ങളിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ, ഞാൻ ഒത്തിരി യാത്ര ചെയ്യുന്ന ആളാണ്. ചെയ്യുമ്പോൾ കാണുന്നത് ഇങ്ങനെ, അവിടെ അപ്പനും കാണില്ല, അമ്മയും കാണില്ല, എവിടെ നിന്നോ വന്നതാണ്. അവർ കഷ്ടപ്പെട്ട് രാവിലെ ജോലിക്ക് പോയി ടെൻഷൻ അടിച്ച് പൈസ ഉണ്ടാക്കി മക്കൾക്ക് കൊണ്ട് കൊടുക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, എത്ര അപ്പനും അമ്മമാരാണ് കൂലി വേല ചെയ്ത് ആ വിയർപ്പിൻ്റെ ഒരു മണമെങ്കിലും നീ അത് മനസ്സിലാക്കുന്നെങ്കിൽ ഇങ്ങനെ ആടിപ്പാടി നടക്കത്തില്ല. അതിൻ്റെ ഒരു ചെറിയ ഒരു സ്വാദ് നീ അനുഭവിക്കുന്നെങ്കിൽ, ഒരപ്പൻ്റെ വിയർപ്പ് നീ കാണണം. ഒരമ്മ ജോലി ചെയ്ത് അധ്വാനിച്ച് നിനക്ക് ചോറ്റുപാത്രത്തിൽ ചോറ് വിളമ്പി തരുമ്പോൾ നീ രാത്രിയും പകലും വന്ന് ഭക്ഷണം കഴിച്ച് നീ ജീവിക്കുന്ന ഒരു പൈതലാണെങ്കിൽ, അവൻ്റെ പൈസ നീ എടുത്ത് നീ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഒരു അല്പമെങ്കിലും രുചി അതിൽ കാണിക്കണം. അതുകൊണ്ട് ദയവ് ചെയ്ത് ഒരു മക്കളും തൻ്റെ ആത്മീക ജീവിതത്തെ വിട്ട്
തൻ്റെ ആലയത്തെ വിട്ട്, ഈ പുഷ്ടിയേറിയ അനുഭവത്തെ വിട്ട് പുറത്ത് ഇറങ്ങരുത്. നിങ്ങൾ പഠിക്കാൻ പോയിക്കോ, ഏത് രാജ്യത്ത് വേണോ പഠിച്ചോ, അതിനൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷെ പഠിക്കാൻ പോകുന്ന സ്ഥാനത്ത്, നിങ്ങൾ നിൽക്കേണ്ട സ്ഥലത്ത് നിന്നുകൊണ്ട് പ്രാർത്ഥനയോടെ ജീവിച്ച് പഠിച്ച് നല്ല സ്ഥാനത്തെത്തി മനോഹരമായി ദൈവസന്നിധിയിൽ വന്ന് പറയണം, ദൈവമേ, നീ എനിക്ക് തന്ന പുഷ്ടി, എനിക്ക് തന്ന ശരീരം, എനിക്ക് തന്ന നല്ല ഫലം ഞാൻ നിന്റെ സന്നിധിയിൽ കാണിക്കയായി ഞാൻ സമർപ്പിക്കുന്നു. നീ എനിക്ക് തന്ന നന്മയ്ക്ക് ഞാനത് കാരണഭൂതനായി തീരുന്നു എന്ന് പറഞ്ഞ് മുഴങ്കാൽ മടക്കണം. ഇവിടെ നീ ഒന്ന് മുഴങ്കാൽ മടക്കി നോക്ക്. ഞാൻ കാണുന്ന വഴികളിൽ ഒരുപാട് പേരുണ്ട്. ഞാൻ കുറേ കാലം കൊണ്ട് യാത്ര ചെയ്യുന്നവനാണ്. രാത്രിയും പകലും ഒക്കെ ആയിട്ട് കാണുന്ന കാഴ്ചകൾ, ഏതെല്ലാം കടകളുണ്ടോ ഈ ആളുകളാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും വാരിക്കൊടുത്തും, ഞാൻ ഇനി പറയണ്ടല്ലോ, ഒരു ഗ്ലാസ്സിൽ നിന്ന് കുടിച്ചും തോളിൽ കൈയിട്ടും ഉള്ള ജീവിതം ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നിർത്തിക്കോ, അതൊക്കെ നിർത്തിക്കോ. ഇതാണ് ന്യായപ്രമാണം, ഇതാണ് വിശുദ്ധി. ബൈബിൾ പറയുന്നു, നീ നിർത്തി നിന്റെ മാതാപിതാക്കൾക്ക് കീഴടങ്ങി ദൈവഭയമുള്ള പ്രാർത്ഥനയുള്ള നിന്റെ ജീവിതം. കഷ്ടപ്പാടുണ്ടായിരിക്കാം, ദാരിദ്ര്യം ഉണ്ടായിരിക്കാം, നീ വഴിയാത്ര ചെയ്യുമ്പോൾ നീ പ്രാർത്ഥനയോടെ പോ. ദൈവം നിനക്ക് നന്മകൾ കൊണ്ട് തരും. നീ നന്നായിട്ട് പടി, നല്ല വിജയം കണ്ടെത്തുവാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഇനി വീണ്ടും ഒരു കാര്യം കൂടെ, അടുത്ത വാക്യം പറയുന്നു, 12-ാമത്തെ വാക്യം പറയുന്നു, പിന്നെ വൃക്ഷങ്ങൾ മുന്തിരിവള്ളിയോട് നീ വന്ന് ഞങ്ങൾക്ക് രാജാവായിരിക്കുക എന്ന് പറഞ്ഞു. നിങ്ങളത് ചിന്തിച്ച് നോക്കണം. മുന്തിരിവള്ളി ഉത്തരം പറഞ്ഞു, അവയോട് ദൈവത്തെയും മനുഷ്യനെയും ആനന്ദിപ്പിക്കുന്ന എൻ്റെ വഴി, എൻ്റെ മനുഷ്യനെയും ആനന്ദിപ്പിക്കുന്ന എൻ്റെ രസം ഞാൻ ഉപേക്ഷിച്ച് വൃക്ഷങ്ങളുടെ മേൽ ആടുവാൻ പോകുമോ എന്ന് പറഞ്ഞു. മുന്തിരിവള്ളി പറഞ്ഞു, നീ പറയും പോലെ ഒന്നും ഞാൻ ആടാനൊന്നും വരുന്നില്ല. നിനക്ക് തോന്നിയതുപോലെ നീ ആടിക്കോ, പക്ഷെ ഞാൻ പോകത്തില്ല. കാരണം എനിക്കെന്തുണ്ട്? എനിക്കൊരു രസമുണ്ട്. മനുഷ്യനെ ആനന്ദിപ്പിക്കുന്ന ഒരു രസം നിന്റെ ജീവിതത്തിലുണ്ട്. ഈ രസം ഉപേക്ഷിച്ച്, ഈ നന്മ ഉപേക്ഷിച്ച് ഞാൻ ആടുവാനായിട്ട് പോകുന്നില്ല. ഇതാണ് നമ്മൾ തിരുവത്താഴത്തിലൊക്കെ വളരെ സന്തോഷമായിട്ട് കൈകൾ നീട്ടി വായ്കൾ തുറന്ന് പാനം ചെയ്യുന്നത്. ഈ ദൈവത്തെയും മനുഷ്യനെയും ആനന്ദിപ്പിക്കുന്ന രസമാണ്. അത് വിട്ടിട്ട് ഞാൻ രാജാവായിരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ക്രിസ്തീയ വിശ്വാസ ജീവിതത്തിൽ നിൽക്കുന്ന മനുഷ്യനോട് പറയുന്നത്, നീ ഒരിക്കലും ഇതൊന്നും ഉപേക്ഷിക്കരുത്. അത് ചെറിയവരും ഉപേക്ഷിക്കരുത്, യൗവനക്കാർ ഉപേക്ഷിക്കരുത്, മുതിർന്നവരും ഉപേക്ഷിക്കരുത്. നിങ്ങൾക്കൊരു ജീവിതമുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 3 പേരും നമുക്ക് മനസ്സിലായി, അവരൊക്കെ ഫലം തരുന്നവരാണ്. അപ്പോൾ ദൈവം തന്ന അനുഗ്രഹമാണ്. ഒരു കാര്യം കൂടെ, അടുത്ത കാര്യത്തിലേക്ക് പറഞ്ഞപ്പോൾ മുള്ളിനടുത്തേക്ക് പോവുകയാണ്. അപ്പോൾ പറഞ്ഞു, 14-ാമത്തെ വാക്യം പറഞ്ഞു, പിന്നെ വൃക്ഷങ്ങളെല്ലാം കൂടെ മുൾപടർപ്പിനോട് നീ വന്ന് ഞങ്ങൾക്ക് രാജാവായിരിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ മുള്ളിനോട് ചെന്ന് പറഞ്ഞു, നീ എങ്കിലും ഒന്ന് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് രാജാവായിരിക്കുക. അതിൻ്റെ ഉത്തരം പറയുന്നത്, മുൾപടർപ്പ് വൃക്ഷങ്ങളോട് പറഞ്ഞു, നിങ്ങൾ യഥാർത്ഥമായി എന്നെ നിങ്ങൾക്ക് രാജാവായി അഭിഷേകം ചെയ്യുന്നു എങ്കിൽ വന്ന് എൻ്റെ നിഴലിൽ ആശ്രയിക്കും. അപ്പം മുള്ളിൻ്റെ അടിയിൽ ചെന്ന് നീ ആശ്രയം വെച്ചാൽ നിന്റെ ജീവിതം എന്താകും? മുള്ളു പറയാണ്, നീ എന്ത് ചെയ്യും? എൻ്റെ അടുത്തേക്ക് വന്ന് ആശ്രയം വൈ. ഇന്ന് ലോകത്തിലുള്ള ഒരു മദ്യപാനത്തിലും മയക്കുമരുന്നിലും ഈ ലോകത്തിലുള്ള എല്ലാ വെറിക്കൂത്തുകളിലേക്കും പോയിക്കൊണ്ടിരിക്കുന്നത് ഈ മുള്ളിനാണ്. ഈ മുള്ള് നാളെ നിനക്ക് നിന്റെ ജീവിതത്തിൽ മുറിവേൽപ്പിക്കും. അത് നീ രസം പോലെ വലിച്ചൂറ്റുമ്പോൾ നിന്റെ ജീവിതത്തെ പാമ്പ് പോലെ നിന്റെ ജീവിതത്തെ തിന്ന് നശിപ്പിക്കും. അതുകൊണ്ട് ഏതെങ്കിലും വിധത്തിലുള്ള പോരായ്മകളുണ്ടെങ്കിൽ ഈ ആരാധനയിൽ പ്രാർത്ഥനയോടെ, ദൈവമേ, ഞാൻ ഇതുവരെയും ഇത് മനസ്സിലാക്കിയില്ല. ഇതാ വൃക്ഷങ്ങൾ പറയുന്നു, എൻ്റെ ഫലം
എൻ്റെ ജീവിതത്തിലെ രസം, എൻ്റെ ജീവിതത്തിലെ നന്മകൾ ഒന്നും ഞാൻ കളയത്തില്ല. ഞാൻ ദൈവത്തെ വാഴ്ത്തും. അങ്ങനെ പറയുന്നെങ്കിൽ ജീവനും ആയുസ്സും ആരോഗ്യവും നൽകി, കുടുംബം നൽകി, മക്കളെ നൽകി ആശ്വസിപ്പിക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ തീർച്ചയായും ദൈവത്തിൻ്റെ വചനം പറയുന്നു, നീ മുള്ളിൽ ആശ്രയം വയ്ക്കാൻ പോകരുത്. നീ അങ്ങനെ ഈ നല്ല ബലമുള്ള നീ, ദൈവാനുഗ്രഹമുള്ള നീ, നന്മ അനുഭവിക്കുന്ന നീ, പക്ഷേ മുള്ളിനടിയിലേക്ക് പോകരുത്. മുള്ള് നിനക്ക് സമാധാനം തരികയില്ല. എത്രയോ കുടുംബങ്ങളിൽ തിരുവത്താഴത്തിൽ പങ്കെടുക്കാത്തവരുണ്ട്. എന്തെങ്കിലുമൊക്കെ തലയിൽ കയറ്റി വെച്ചിട്ടാണ് ഇവിടെ വീട്ടിൽ ഇരിക്കുന്നത്. മുള്ളിലാണ്. ശക്തമായി ബൈബിൾ പറയുന്നു, അങ്ങനെ ഇരിക്കുന്നവർ മുള്ളിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തിരുവത്താഴത്തിൽ നിർബന്ധമായിട്ട് വരണം. യൗവനക്കാർ ദേവാലയത്തിൽ അവൻ്റെ ജീവിതത്തിലെ പുഷ്ടി നന്നായിരിക്കണമെങ്കിൽ അനുഗ്രഹത്തോടെ ദൈവസന്നിധിയിലേക്ക് വരണം. അത് മാതാപിതാക്കൾ അവർക്ക് അറിഞ്ഞുകൂടായെങ്കിൽ പറഞ്ഞു കൊടുക്കണം. നേരം വെളുത്താൽ ഞായറാഴ്ച ഒരു ദിവസം ഉണ്ടെങ്കിൽ ദേവാലയത്തിൽ പോകണം. അവർ പറഞ്ഞാൽ കേട്ടില്ല എങ്കിൽ മേകളിലൊരാളുണ്ട് ചോദിക്കാൻ. ഉറപ്പായിട്ട് ചോദിക്കും. ആ ചോദ്യത്തിന് നിങ്ങൾക്ക് സമാധാനം പറയാൻ പറ്റത്തില്ല. അന്ന് നിങ്ങളുടെ ജീവിതത്തിൽ മുള്ളായിരിക്കും. അതുകൊണ്ട് വളരെ കർക്കശമാണ്, വളരെ സത്യസന്ധമായി, വളരെ വിശ്വാസത്തോടുകൂടെ ബൈബിൾ പറയുന്നു, ഇങ്ങനെ നീ മുള്ളിൽ നീ ആശ്രയം വയ്ക്കരുത്. പരിശുദ്ധനായ ദൈവം നിങ്ങളെ ബലപ്പെടുത്തട്ടെ. ഈ രാവിലെ സമയം ആരെങ്കിലും മുള്ളിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നെങ്കിൽ, മുള്ളു പറയുന്നത് പോലെ ജീവിക്കാൻ തീരുമാനിക്കുന്നെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ നല്ല ഫലം നഷ്ടപ്പെട്ടു പോകും. പിന്നീട് കരഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ജീവിതങ്ങൾ തകർന്നു പോയിട്ട് കാര്യമില്ല. പിന്നെ ആര് പ്രാർത്ഥിച്ചാലും ശരിയാകത്തില്ല കേട്ടോ. ദേവാലയത്തിൽ നിന്നുകൊണ്ട് ഏതെങ്കിലും കാര്യത്തിൽ അല്പം ചെളിയും വാരി എറിഞ്ഞിട്ട് പോയാൽ തിരിച്ച് ഇതിനേക്കാൾ വലുതായിട്ട് നമ്മൾ വേദന അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് ദയവിച്ച് ഈ ആലയത്തെ നോക്കി ആരാധിച്ചിട്ട് ഭയഭക്തിയോടെ സന്തോഷത്തോടെ വീട്ടിൽ പോകുകയല്ലാതെ വാരി എറിഞ്ഞ് ശീലിക്കരുത്. ആ ശീലമുണ്ടെങ്കിൽ ദയവിച്ച് ഇതൊന്ന് നിർത്തണം. ഇല്ല എങ്കിൽ ജീവിതം മുള്ളിലാണ്. ഇത് മനസ്സിൽ വച്ചിരിക്കേ. എനിക്ക് നാളെ ഇവിടെ ശുശ്രൂഷ ചെയ്യണമെന്നുള്ള തീരുമാനമൊന്നും എനിക്കില്ല. പക്ഷെ ഉണ്ടെങ്കിൽ ദൈവവചനത്തിൻ്റെ സ്വാദം, ദൈവവചനത്തിൻ്റെ ശക്തി മനുഷ്യജീവിതം അറിയണം. ഞാൻ തലയ്ക്ക് മുകളിൽ പന്തെറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ ഹൃദയത്തിൽ വേണം. എങ്കിൽ മനസ്സിന് മാറ്റം ഉണ്ടാകത്തുള്ളൂ. തലയ്ക്ക് മുകളിൽ പന്തെറിയാം, എല്ലാവർക്കും ഭയങ്കര സന്തോഷം, കൈയോടി അടിച്ചു പോകും. അത് വേണ്ട. ദൈവം എന്നെയും നിങ്ങളെയും വിളിച്ചിരിക്കുന്നത് ദൈവമാണ്. ഈ മുള്ളിലേക്ക് നീ പോകരുത്, നാശത്തിലേക്ക് പോകരുത്. ഇത് എഴുതി വെക്കണം. നിങ്ങൾ ബൈബിൾ എടുത്ത് വീട്ടിൽ ചെന്ന് എഴുതി വരച്ച് വെക്കണം. എൻ്റെ ജീവിതത്തിലെ ഫലം ഞാൻ ഉപേക്ഷിക്കത്തില്ല. തീരുമാനമെടുക്കുക. ഈ ഒരാഴ്ച കഴിയുമ്പോൾ നമുക്കിവിടെ യുവജന വാരമാണ്. ഇവിടെ ഈ സഭയിലുള്ള എല്ലാ യുവജനങ്ങളും ഇവിടെ പങ്കെടുത്തിരിക്കണം. ആരും വീട്ടിലിരിക്കരുത്. എല്ലാവരും, മാതാപിതാക്കൾ എല്ലാവരും ഇവിടുത്തെ അന്നത്തെ കൺവെൻഷനിൽ പങ്കെടുത്തിരിക്കണം. അത് യുവജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. അത് അവർക്ക് അല്ല, നിങ്ങൾക്കും വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാ പേരും, ഈ സഭയിലുള്ള എല്ലാവരും, അതുപോലെ തന്നെ സ്ഥിരീകരണത്തിന് പേര് കൊടുക്കാനുള്ളവർ, അങ്ങനെ പഠിക്കാനുള്ളവർ നേരത്തെ എനിക്ക് പേര് തരണം. അത് പഠനം ആരംഭിക്കും. തിരുവത്താഴം മുടങ്ങി നിൽക്കുന്നവർ, അത് ഈ ഒരു മാസം കൂടെ ഞാനുള്ള അവസരം തരികയാണ്. ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് തിരിച്ച് ഉടനെ ദേവാലയത്തിൽ വരിക, എന്നെ കാണുകയും ചെയ്തിട്ട് അത് തിരുവത്താഴത്തിലേക്ക് പ്രവേശിക്കേണ്ടത് ആവശ്യമാണ്. ഇല്ല എങ്കിൽ അതിനുള്ള അങ്ങോട്ട് പോകുമ്പോൾ കുറച്ചുകൂടെ അതിനുള്ള കാര്യങ്ങൾ മുമ്പിലേക്ക് വരും. അപ്പോൾ നിങ്ങളത് ക്രമീകരിക്കപ്പെടേണ്ടി വരും. അതുകൊണ്ട് ദയവ് ചെയ്ത് തീർത്ത് ഞാൻ പറയുകയാണ്, നമ്മൾ മുള്ളിൽ ജീവിക്കരുത്. അതുകൊണ്ട് ഇവിടെ വേദപുസ്തകം പറയുന്നത് ഇങ്ങനെ ദരിദ്രർക്കുള്ള കരുതൽ ദൈവം നിനക്ക് നൽകിയിട്ടുണ്ട് എന്നാണ്. അപ്പോൾ ഇത്രയും വചനം നമ്മുടെ ജീവിതത്തിന് ശക്തി പകരുന്നെങ്കിൽ നമ്മുടെ ജീവിതം എവിടെയായിത്തീരും? നമ്മൾ എന്തിനാണ് ദാരിദ്ര്യപ്പെടുന്നത്? നമ്മൾ സമ്പന്നരാണ്. നമ്മളെ കുടുംബങ്ങൾ നന്നായി തീരും. നമ്മളെ കുടുംബത്തിലെ അവസ്ഥകൾക്ക് മാറ്റം ഉണ്ടാകും. നമ്മുടെ മക്കൾക്ക് നന്മയുണ്ടാകും. നന്നായിട്ട് പഠിക്കുക, നല്ല ജോലി സമ്പാദിക്കുക, നന്നായിട്ട് ജീവിക്കുക. അതിന് നിങ്ങൾ ധൈര്യമുള്ള, സ്നേഹമുള്ള, നല്ല ഭക്തിയോടെ ജീവിക്കുന്ന ദൈവമക്കളായി തീരുവാൻ സർവശക്തനായ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തയേശുവിങ്കൽ കാക്കുമാറാകട്ടെ. ആമേൻ. ഈ സമയം നമുക്ക് ധർമ്മശേഖര വാക്യങ്ങൾ ഒരുമിച്ച് ചൊല്ലാം.